ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നേട്ടോ. എന്നത്തെ പോലെ ഇന്നും അതിമനോഹരമായ ഒരു കളവച്ചാർത്തിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വികൃതിയായ തൻ്റെ പൊന്നുമകനെ ഒരു ഉരലിമേൽ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് യശോദാമ്മ. എന്നിരുന്നാലും വലത് കൈയിൽ ഒരു വെണ്ണുരുള കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊതിയോടെ അകത്താക്കിക്കൊണ്ട് ഇടത് കൈ അരയിലും കുത്തി അവിടെ തൻ്റെ പൊന്നോടെ കൊള്ളൻ തിരികെ വെച്ച് പുഞ്ചിരിയോടെ ദാമോദരനായിട്ട് ഭക്തരെ അങ്ങനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. വീതിയുള്ള പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. കസവിന്റെ പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട്. അരയിൽ മണി കിങ്ങിണിയും കെട്ടി കിങ്ങിണിക്കൊപ്പം ഒരു കയറിന്റെ കെട്ടുണ്ട് കേട്ടോ. ആ കെട്ടിന്റെ അറ്റം ഇടതു ഭാഗത്തെ ഒരു വലിയ ഉരലിലും കെട്ടിയിട്ടുണ്ട്. കഴുത്തിൽ മെല്ലമൊട്ടുമാല, വളയും പോലൊരു മാല, പിന്നെ പതക്കം പോലൊരു മാലയും കൈവളയും തോൾവളയും ഒക്കെ ഉണ്ട് കേട്ടോ. പുണ്യജന്മമായ യശോദാമ്മ അതിമനോഹരമായി പൊന്നു ഭഗവാനെ കളവ കൊണ്ട് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമേൽ സ്വർണ്ണ ഗോപി തിലകം, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. തിരുമടി മാല 3 കഴുത്തിൽ ഭംഗിയേറിയ ഒരു വനമാലയും. ഗുരുവായൂർ ശ്രീലകത്ത് ഉണ്ടമാലയുടെയും തിരുമുടി മാലകളുടെയും നടുക്ക് നെയ്വിളക്കിന്റെ ശോഭയിൽ മിന്നിത്തിളങ്ങി ദാമോദരനായി നിൽക്കുന്ന പൊന്നു ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ആ തിരുസന്നിധിയിലേക്ക് എത്തി പ്രാർത്ഥിക്കാൻ നമുക്ക്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.